പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഇവരോട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് 98,000 രൂപ വാങ്ങിച്ചു എന്നാ. 98,000 രൂപ വാങ്ങിച്ചുവെങ്കിൽ അവരെ നുണപരിശോധന നാർക്കോ ടെസ്റ്റിന് അത് ആരാണോ വാങ്ങിച്ചത്, അതായത് കൊടുത്ത ആളുണ്ടാവില്ലേ, അവർ പറയുന്ന ആള്, ഞാൻ കേൾക്കാൻ ഹൈക്കോടതി ജഡ്ജി കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾ ചോദിച്ചോണ്ട്, അല്ലാണ്ട് ഞാൻ ആളുകൾ നിങ്ങളെടുക്ക വന്നതല്ല. അപ്പൊ എനിക്ക് ഇതിന്റെ മരണത്തിന്റെ അകത്തുള്ള ദുരൂഹത എങ്ങനെയാണെന്ന് അറിയണം. ഇവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. പോസ്റ്റ്മോർട്ടത്തിൽ മരണാണെന്ന് തെളിയിക്കണ്ടെങ്കിൽ, നാച്ചുറൽ ഡെത്ത് എന്ന് പറയണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാല് അവരുടെ ആന്തരികാവയവം പരിശോധിക്കണം. ഭക്ഷണാവശിഷ്ടങ്ങൾ 400 ഗ്രാം ഭക്ഷണാവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് പരിശോധിക്കണം. ഇതൊക്കെ പരിശോധിച്ച് ലാബ് കൊണ്ടുപോയി പരിശോധിച്ചാലാണ് ഒരു വ്യക്തി ഇങ്ങനെയാണ് മരണപ്പെട്ടത്. ഇതൊന്നും കാണിക്കാണ്ട് നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്ത് തെളിവ്, എന്ത് പ്രൂഫാണ് കൊടുക്കാൻ പറ്റുക? പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമായിട്ട് ആകാൻ സാധ്യതയില്ല. മരിക്കുന്ന ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട്. മുനീശ്വരൻ കോവിലിന്റെ അതിലെ കൂടി വീണ്ടും ആ താമസ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം അവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. പിന്നെ പോയിട്ട് തൂങ്ങി മരിക്കേണ്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം. അങ്ങനെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ചില സംശയങ്ങളുമായി PV അൻവർ MLA ഇന്നലെ രംഗത്ത് വന്നിരുന്നു. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അൻവർ പലപ്പോഴും പറയുന്നത്. വായുവിൽ നിന്ന് ആവാഹിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് പലപ്പോഴും ശരിയാകുന്ന സമയങ്ങളും കുറുക്കിക്കൊള്ളുന്ന സമയങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് അൻവർ ആണെന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയാൻ പറ്റില്ല തന്നെ, പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തിൽ. എന്തായാലും അൻവർ MLA ചില നിർണായക നീക്കങ്ങൾ ഇക്കാര്യത്തിൽ നടത്തുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് ഈ കേസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് പങ്കുണ്ടെന്ന ആരോപണം തുടക്കം മുതലേയുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു അൻവറിന്റെ പ്രതികരണം ഇന്നലെ വന്നത്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ കുരുക്കാൻ PV അൻവർ MLA കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കും. ADM നവീൻ ബാബുവിന്റെ മരണം CBI അന്വേഷിക്കണമെന്ന ആവശ്യവുമായാണ് അദ്ദേഹം കേന്ദ്രത്തെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. അൻവറിന്റെ കൂടെ സമ്മർദ്ദ ഫലമായി കേസ് CBI ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നവീൻ ബാബുവിന്റെ കുടുംബവും നേരത്തെ തന്നെ ഈ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. കേസ് ഡയറി വിശദമായി പഠിച്ച ശേഷം വിധി പറയാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ഡിസംബർ 12-ന് വിശദമായ വാദം കേട്ട ശേഷം കേരള ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിധി പറഞ്ഞേക്കും. മരിച്ച ADM നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ലതാനും. ഒക്ടോബർ 15-ന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിചാരിച്ചാൽ മറിയാവുന്ന അന്വേഷണമാണ് നടക്കുന്നതെന്നാണ് അൻവറിന്റെ ആരോപണം. നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും തിരിമറിയുണ്ടായെന്ന് PV അൻവർ MLA പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. കുടുംബത്തെ അറിയിക്കാതെ നടത്തിയ ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം നടപടികളിൽ സർവത്ര ദുരൂഹതയുണ്ടെന്നും അൻവർ പറഞ്ഞു. ദില്ലിയിലെത്തിയ അൻവർ വാർത്താ സമ്മേളനത്തിലാണ് ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഉയർത്തിയത്. അൻവർ ഡൽഹിയിലെത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണാൻ കൂടിയാണ്. എന്തായാലും അൻവർ പറയുന്ന അൻവറിന്റെ നിരീക്ഷണത്തിൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കയറിന്റെ വ്യാസത്തിൽ ദുരൂഹതയുണ്ട്. 1/2 സെന്റിമീറ്റർ വണ്ണമുള്ള കയർ മൊബൈൽ ചാർജറിനേക്കാൾ ചെറിയ വ്യാസമുള്ളതാണ്. അതുതന്നെ ദുരൂഹമാണ്. 55 കിലോ ഭാരമുള്ള മനുഷ്യന് ഈ ചെറിയ വ്യാസമുള്ള കയറിൽ തൂങ്ങി മരിക്കുകയെന്നത് അസ്വാഭാവികം. മൂത്രസഞ്ചി ശൂന്യമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ശ്വാസം മുട്ടി മരിച്ചിട്ടും ശ്വാസകോശത്തിന് കുഴപ്പമില്ലെന്ന് പറയുന്നു. ഹൃദയവാൽവിനും ഒരു കുഴപ്പവുമില്ലെന്ന് പറയുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്ന അടിവസ്ത്രത്തിലെ രക്തക്കറ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്താത്തതിലും ദുരൂഹത. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ദുരൂഹ ഇടപാടുകൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു. ശശിയുടെ സമ്മർദ്ദത്തെക്കുറിച്ച് നവീൻ ബാബു കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയിലെ കേസിൽ കക്ഷി ചേരുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് അൻവർ. ശശിയുടെ ഇടപെടൽ കാരണം ജോലി ചെയ്യാൻ നവീൻ ബാബുവിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശശിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുമെന്നും അൻവർ പറഞ്ഞു. ഇക്കാര്യത്തിൽ BJPയുടെ പൂർണ്ണ പിന്തുണ PV അൻവറിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടെത്തിയ പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഗൗരവതരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പറഞ്ഞിരുന്നു. ADMന്റെ മരണം കൊലപാതകമാണെന്ന സംശയത്തിന് ബലം കൂട്ടുന്നതാണ് പുതിയ റിപ്പോർട്ടുകളെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും FIRലും ഇതിനെപ്പറ്റി പരാമർശമില്ലാത്തത് സംശയാസ്പദമാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ നടന്നുവെന്നതും വ്യക്തം.
മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരമൊരു നടപടി സ്വീകരിക്കില്ലെന്നും ഉറപ്പ്. ഉന്നത ഇടപെടൽ നടന്നതിനാൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണം പ്രഹസനമാകും. CBI അന്വേഷണത്തെ CPM സംസ്ഥാന സെക്രട്ടറിയും സർക്കാരും എതിർക്കുന്നത് മടിയിൽ കനമുള്ളതുകൊണ്ട്. നവീൻ ബാബുവിന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്ന് BJP നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. CBI അന്വേഷണം നടന്നാൽ മാത്രമേ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുകയുള്ളൂ എന്നും നമുക്ക് മനസ്സിലാക്കാം. നിലമ്പൂർ MLA PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി അതിനിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും എത്തി. തന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അപകടത്തിലാകുമെന്ന് കണ്ടപ്പോഴാണ് ശശി മറുപടി പറഞ്ഞിരിക്കുന്നത്. വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത നുണകൾ പറഞ്ഞു മാത്രം നിലനിൽക്കേണ്ട ഗതികേടിൽ നിലമ്പൂർ MLA അൻവർ ചെന്നെത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ പ്രസ്താവന എന്നാണ് P ശശി ഫേസ്ബുക്കിലൂടെ വിമർശിച്ചത്. എന്തായാലും കേരളം പിടിച്ചെടുക്കാൻ നോക്കിയിരിക്കുന്ന കേന്ദ്രത്തിന് മറ്റൊരു വടി കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് പോലെയാണ് അൻവർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാനും കഴിയില്ല. അതിൽ പ്രധാനപ്പെട്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഇല്ലാതെ പോയ പരാമർശങ്ങൾ തന്നെയാണ്. FIR-ലും മറ്റ് സംശയങ്ങൾ ഉണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര പരാമർശം ഒഴിവാക്കിയത് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നാണ് കരുതേണ്ടത്. അതേസമയം കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റേത് കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയെന്ന് പോലീസ് CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. കേസിലെ പ്രതി ദിവ്യ ഉദ്യോഗസ്ഥരെ മുമ്പിൽ വെച്ച് അധിക്ഷേപിച്ചതിലുള്ള മാനസിക വിഷമത്തിലാണ് നവീൻ തൂങ്ങി മരിച്ചത്. പഴുതില്ലാത്ത അന്വേഷണമാണ് നടത്തുന്നതെന്നും CBI വരേണ്ട ആവശ്യമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് CBI ഹൈക്കോടതിയെ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം കൂടിയാകുമ്പോൾ CBI അന്വേഷണം വരാതെ ഇക്കാര്യത്തിൽ കേസ് തെളിയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. നന്ദി. എങ്ങനെയാണ് അറിയാവുന്നത്? ചാരിറ്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ 18ഓളം NGO സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സാറിന്റെ ഓഫീസിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് വയസ്സായ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരമുള്ള ജാമ്യമില്ലാത്ത വകുപ്പ് 2009 ആക്ട് എടുക്കുന്നുണ്ട്. അപ്പൊ 2007 ആക്ട് എടുക്കുമ്പോൾ ജാമ്യം കിട്ടുന്നുണ്ട്. അപ്പൊ മക്കള് അവരെ വൃദ്ധസ്ഥാനത്തിൽ എത്തിക്കുന്ന കേസെല്ലാം വരുമ്പോൾ ഞാൻ സാറിന്റെ അടുത്ത് പോയിട്ടുണ്ട്. സാർ ആ ഓഫീസിൽ വന്ന മുതൽ പോയിട്ടുണ്ട്. ഒരു 5 വയസ്സ് ആരോടും മേടിക്കുന്നില്ല. അന്നേരം ആ സ്പോട്ടിന് തന്നെ രാജമാണിക്യ സാറെല്ലാം ചെയ്ത പോലെ, രത്തങ്കക്ക സാറ് ചെയ്ത പോലെ, മീർ മുഹമ്മദ് സാറ് ചെയ്ത പോലെ, പിന്നെ ബാലകിരൺ സാർ ചെയ്ത പോലെ ഏറ്റവും നല്ല ഒരു കളക്ടറായിട്ട് അവിടെ ആരോട് കൈക്കൂലിയൊന്നും വാങ്ങിക്കാണ്ട് സത്യസന്ധമായിട്ട് പാവങ്ങളെ സഹായിക്കുന്ന നല്ലൊരു ADM ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ മാത്രമല്ല, അവിടുത്തെ പാവങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു നല്ലൊരു പ്രവർത്തകനാണ് ഞാൻ. ഇപ്പൊ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ADM എല്ലാ കളക്ടറുമായിട്ടെല്ലാം ബന്ധപ്പെടാറുണ്ട്. ചാരിറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിന്റെ ആവശ്യമുണ്ടാവും. അപ്പൊ ഇതിപ്പോ എനിക്ക് ഇവിടെ ഈ വീട്ടിൽ വരാൻ കാരണം അല്ലെ എനിക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് പത്രസമ്മേളനം നടത്തിയാൽ മതി. പക്ഷെ ഒന്ന് ഈ മരണത്തിന് അന്നേരം ആ സമയത്ത് കളക്ടറേറ്റിൽ നിന്ന് മീറ്റിംഗിൽ അവിടെ ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഇവരോട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് 98,000 രൂപ വാങ്ങിച്ചു എന്നാ. 98,000 രൂപ വാങ്ങിച്ചുവെങ്കിൽ അവരെ നുണപരിശോധന നാർക്കോ ടെസ്റ്റിന് അത് ആരാണോ വാങ്ങിച്ചത്, അതായത് കൊടുത്ത ആളുണ്ടാവില്ലേ, അവര് പറയുന്ന ആള്, അവരെ നാർക്കോ ടെസ്റ്റ് ചെയ്യണോ? അത് ഞാൻ ഹൈക്കോടതി ഇല്ല. അപ്പൊ അത് ഗവൺമെന്റിന്റെ ഒരു പെട്രോൾ പമ്പ് നടത്താമെന്നും പറയുന്നുണ്ട്. അവര് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന് പെട്രോൾ പമ്പ് നടത്താനുള്ള അനുമതി ഇല്ലാന്ന് അറിയാലോ. പിന്നെ രണ്ടെന്ന് വെച്ചാല് അന്ന് പിന്നെ ഈ മരിക്കുന്ന ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട്. മുനീശ്വരൻ കോവിലിന്റെ അതിലെ കൂടി വീണ്ടും ആ താമസ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം അവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. പിന്നെ അത്രേ ആവശ്യമുള്ളൂ. എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. കാരണം പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമായിട്ട് ആകാൻ സാധ്യതയില്ല. നിങ്ങൾ എല്ലാവരും ഇവരുടെ ബോഡി ഒന്ന് സെർച്ച് ചെയ്യുക. ആരെങ്കിലും മർദ്ദിക്കോ എന്തെങ്കിലും ചെയ്ത് ശരീരത്തിന് പാടുകളുണ്ടോ? ഒരു കക്കൂസിൽ പോയിട്ട് തൂങ്ങി മരിക്കേണ്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം. അങ്ങനെ ചെയ്തു ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഞാനല്ല ഒരാൾക്കും അതിന്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഇത് ഞാൻ കേൾക്കാൻ ഹൈക്കോടതി ജഡ്ജി കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നിങ്ങൾ ചോദിച്ചോണ്ട് അല്ലാണ്ട് ഞാൻ ആളാകെ നിങ്ങളെടുത്ത് വന്നതല്ല. അപ്പൊ എനിക്ക് ഇതിന്റെ മരണത്തിന്റെ അകത്തുള്ള ദുരൂഹത എങ്ങനെയാണെന്ന് അറിയണം. ഇവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയാൽ സത്യസന്ധമായിട്ട് ഇവരെങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയും. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് സത്യസന്ധമായിട്ടുള്ള വിവരം കിട്ടൂല. കാര്യം ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള കോടതി അറിയാൻ വേണ്ടിയിട്ട്, ഹൈക്കോടതി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ആദ്യം പറയുന്നത്. ദുരൂഹത ശക്തമായിട്ട് തന്നെ സംശയിക്കുന്നുണ്ടല്ലേ? ആ ദുരൂഹത എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇവരെ ആരോപിക്കുന്ന കുറ്റം 98,000 രൂപ മേടിച്ചു എന്നാ.
ഈ മനുഷ്യൻ ഒരു 5 പൈസ ആരോടും മേടിക്കില്ല. അത് മാത്രമല്ല 92,000 രൂപ വാങ്ങിക്കേണ്ട അത്ര ഗതികേടുണ്ടോ അദ്ദേഹം? ഇല്ല, ആ പൈസ ഒന്നും ആരും അങ്ങോട്ട് കൊടുത്തില്ലാണ്ട് ചായ കുടിച്ചിനാ വന്ന് ഭക്ഷണം കഴിച്ചിനാ വയസ്സായവരോട് ചോദിച്ചാൽ അങ്ങോട്ട് കീസയിലെ പൈസ എടുത്ത് കൊടുക്കുന്ന ഒരു പാവം വ്യക്തി ഇങ്ങോട്ട് ഒരാളുടെ അടുത്തൊന്നും പൈസ വാങ്ങൂല. പിന്നെ അത് നേരം അവര് ഈ കൊടുത്തുനിന്ന് ആരെങ്കിലും കൊടുത്ത ആരോപണം ഉന്നയിച്ചിട്ട് ദിവ്യ പറഞ്ഞല്ലോ, അവരെ നാർക്കോ ടെസ്റ്റ് ചെയ്ത് സത്യസന്ധത തെളിയിക്കട്ടല്ലേ. അല്ലാണ്ട് ഇതിപ്പോ നമുക്ക് ആവശ്യം ഇതിന്റെ സത്യം അറിയണം. ഏതെങ്കിലും ഒരു കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹമായിട്ട് സമീപിച്ച ഒരു അനുഭവം? കുറെ അനുഭവം ഉണ്ട്. ഇപ്പൊ ഇതിന് കുറച്ച് ഒരു 5-6 മാസം മുമ്പ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഞാൻ ഷർസി മാഡത്തിനോടെല്ലാം സമീപിച്ചപ്പോ ഇവരടുക്ക് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആ മരണത്തില് പിന്നെ ദിവ്യയുടെ ഭർത്താവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് നാർക്കോ ടെസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു പോസ്റ്റ്മോർട്ടത്തിൽ മരണമാണെന്ന് തെളിയിക്കണ്ടെങ്കിൽ നാച്ചുറൽ ഡെത്ത് എന്ന് പറയണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന എന്താന്ന് വെച്ചാല് അവരുടെ ആന്തരികാവയവം പരിശോധിക്കണം. ഭക്ഷണാവശിഷ്ടങ്ങൾ 400 ഗ്രാം ഭക്ഷണാവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് പരിശോധിക്കണം. ഇതൊക്കെ പരിശോധിച്ച് ലാബ് കൊണ്ടുപോയി പരിശോധിച്ചാലാണ് ഒരു വ്യക്തി ഇങ്ങനെയാണ് മരണപ്പെട്ടത്. ഇതൊന്നും കാണിക്കാണ്ട് നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്ത് തെളിവ് എന്ത് പ്രൂഫാണ് കൊടുക്കാൻ പറ്റുക?